ഭഗവാനും ഭക്തനും ഒന്നായി മാറുമെന്ന മഹത്തായ സങ്കല്പമാണ്. മാനവ സൗഹൃദത്തിന്റെ മഹാകേന്ദ്രമാണ് ശബരിമല. ലോകത്തെങ്ങും മതമൈത്രിയുടെ കേന്ദ്രമാണ്, ആരാധനാലയമാണ് ശബരിമല. ആ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ശബരിമല ക്ഷേത്രത്തിനൊരു പ്രസക്തിയുണ്ട്. പലരും ചോദിച്ചു, നിങ്ങൾ എന്തിനാ പമ്പയിൽ വെച്ച് ഈ സംഗമം സംഘടിപ്പിച്ചത്? ശബരിമലയുടെ പേരിൽ എന്തിനാ ഈ സംഗമം സംഘടിപ്പിച്ചത്? ശബരിമല എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നദാതാവാണ്. 1242 ക്ഷേത്രങ്ങൾ ഞങ്ങൾക്കുണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുണ്ട്. അതിൽ 50-ൽ താഴെ ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തമായിട്ടുള്ളത്. ജീവനക്കാരുടെ ശമ്പളവും വൈദ്യുതി ചാർജും വെള്ള ചാർജും മറ്റ് പൂജാ ചെലവുകളും ഒക്കെ കഴിഞ്ഞ് സ്വയം പര്യാപ്തമായിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ശബരിമലയിലേക്ക് വരുന്നത്. കഴിഞ്ഞ വർഷം 48 ലക്ഷം പേരായിരുന്നു. കഴിഞ്ഞ വർഷം അത് 54 ലക്ഷമായി കൂടി. ഇതാ വരുന്ന മണ്ഡല മകരവിളക്ക് തുടങ്ങാൻ പോവുകയാണ്. ഉറപ്പായും 60 ലക്ഷം പേരെങ്കിലും ഇത്തവണ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലക്ഷോപലക്ഷം ആളുകൾ കടന്നു വരുന്ന ഒരു ക്ഷേത്രം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ശ്രീലങ്കയിൽ നിന്നും, മലേഷ്യയിൽ നിന്നും, സിംഗപ്പൂരിൽ നിന്നും, കാനഡയിൽ നിന്നും, ഇംഗ്ലണ്ടിൽ നിന്നും, അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നും ഒക്കെ വരികയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള ഭക്തജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നത്. അപ്പോ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. നമുക്കറിയാം 840 കോടി രൂപയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം. അതിൽ 600 കോടി രൂപ വരുന്നത് ശബരിമലയിൽ നിന്നാണ്. 540 കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഈ മകരവിളക്ക് മഹോത്സവമായി ലഭിച്ചത്. ബാക്കി മാസപൂജയ്ക്കെല്ലാം കൂടി 60 കോടി, 600 കോടി. രണ്ടാം സ്ഥാനം നമ്മുടെ കോട്ടയത്തെ ഏറ്റുമാനൂർ ക്ഷേത്രമാണ്, 16 കോടിയാണ്. 600ഉം 16ഉം. മൂന്നാമത് വരുന്നത് എവിടെ? തിരുവനന്തപുരത്തെ തിരുവല്ലം, 13 കോടിയാണ്. ഞാൻ ഈ കണക്ക് പറയുന്നതല്ല, കാര്യങ്ങൾ നമ്മൾ അറിയണ്ടേ. അപ്പൊ കേവലം 840-ൽ 600 കോടി രൂപ വരുന്ന ശബരിമല ക്ഷേത്രം മനസ്സിലാക്കി കാണും. ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമലയുടെ പ്രാധാന്യം. അവിടേക്ക് ഭക്തജനങ്ങൾ വരണം, അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. ഒപ്പം ഈ 600 കോടിയിൽ നിന്നാണ് തിരുവിതാംകൂറിലെ 1200ഓളം ക്ഷേത്രങ്ങൾ തിരിതെളിയിച്ച് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല 6200ഓളം ജീവനക്കാർ ഞങ്ങൾക്കുണ്ട്, 5200ഓളം പെൻഷൻകാരുണ്ട്, 2500ഓളം ഫാമിലി പെൻഷൻകാരുണ്ട്, 14000 ആളുകൾ ഡയറക്റ്റായി കുടുംബങ്ങൾ. അതും പൂർണ്ണ സാമ്പത്തിക സുരക്ഷിത ബോധത്തോടെ. സർക്കാർ ശമ്പളമാണ് അവർ, സർക്കാരിന്റെ ശമ്പളമാണ്, KSR. ഇനി പൂത്തട്ട് നടത്തുന്നവർ, പൂജാദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്നവർ, അങ്ങനെ കുറെ പരിപാടികൾ ചെയ്യുന്നവർ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികൾ ചെയ്യുന്നവർ, അത് ഒരു 10,000 കുടുംബങ്ങൾ വരും. അങ്ങനെ 40,000 കുടുംബങ്ങൾ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ജീവിച്ചു പോകുന്ന ഒരു ആത്മീയ സ്ഥാപനം എന്നതിനേക്കാൾ ഉപരിയായി ഒരു ഉപജീവന മാർഗം കൂടിയാണ് ഈ ശബരിമല എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോ ആ ക്ഷേത്രത്തിന് ശബരിമലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പദ്ധതികളുമായി നമുക്ക് മുന്നോട്ട് പോകണ്ടേ? പക്ഷെ ഇപ്പോഴും നമുക്ക് അവിടുത്തെ ശബരിമലയുടെ വികസനം പൂർണ്ണമായ തോതിൽ എത്താൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 10-15 വർഷക്കാലമായി മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ പ്ലാൻ, ആ മാസ്റ്റർ പ്ലാൻ നമുക്ക് നടപ്പിലാക്കണം. ശബരിമലയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. ശബരിമല, ഞാനിപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറാണ് ശ്രീ മനോജ്. ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുകയായിരുന്നു. ഗുരുവായൂരിൽ ചെയ്യുന്നത് പോലെയല്ല നമുക്ക് അവിടെ. ഗുരുവായൂർ ഒരു നഗരമധ്യത്തിലിരിക്കുന്ന ക്ഷേത്രമാണ്. നമുക്കവിടെ ഏത് കാര്യത്തിനും പെട്ടെന്ന് നമുക്ക് അപ്രോച്ചബിളാണ്. ശബരിമല എന്ന് പറയുന്നത് നീലിപരിയും അപ്പാച്ചുമേടും ഒക്കെ കയറി കാടും മലയും കടന്നാണ് ആ സന്നിധാനത്തേക്ക് പോകേണ്ടത്. അവിടുത്തെ മരാമത്ത് പ്രവർത്തനങ്ങൾ പ്രകൃതി സൗഹൃദമായിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രകൃതി സൗഹൃദമാകണം. അത് കടുവകളുടെ നാടാണ്, ടൈഗർ ഫോറസ്റ്റ് ആണ്. അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നമുക്ക് പരിമിതമാണ്, ചെയ്യാൻ കഴിയില്ല. അപ്പൊ പരമാവധി സെമി പെർമനന്റ് കെട്ടിടങ്ങൾ, പരിസ്ഥിതിക്ക് അനുകൂലമായ കെട്ടിടങ്ങൾ ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും.
അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് മാസ്റ്റർ പ്ലാൻ നമുക്ക് നടപ്പിലാക്കണം, അതിന് വലിയ ചർച്ചകൾ വേണം. പിന്നെ ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ക്രൗഡ് മാനേജ്മെന്റ്. ഈ പറയുന്ന മലകളും ഒക്കെ താണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ക്രൗഡ് മാനേജ്മെന്റ് വലിയ വിഷയമാണ്. ലക്ഷോപലക്ഷം ആളുകളാണ് ഒരേ സമയത്ത് വന്നു കയറുന്നത്. അവരെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്രൗഡ് മാനേജ്മെന്റ് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കണം. പിന്നെ പിൽഗ്രിം ടൂറിസം, ഇന്ന് ഏതൊരു ആരാധനാലയത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിൽഗ്രിം ടൂറിസം. ശബരിമലയെ മറ്റ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തുക. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളെല്ലാം വിളിച്ചു വരുത്തി ആ കാര്യം ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ശബരിമലയുടെ വികസനം സാധ്യമാക്കുക, അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ആ ലക്ഷ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് കേരളത്തിലെ എല്ലാ സാമുദായിക പ്രസ്ഥാനങ്ങളും ഞങ്ങൾക്ക് പൂർണ്ണമായും പിന്തുണ നൽകിയിരിക്കുകയാണ്. NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ സാറിന്റെ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾക്കുണ്ട്. SNDPയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി സാറിന്റെ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾക്കുണ്ട്. KPMSന്റെ ശ്രീ പുന്നല ശ്രീകുമാറിന്റെ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾക്കുണ്ട്. ഏതാണ്ട് 29ഓളം സാമുദായിക സംഘടനകളുടെ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾക്കുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ സാമുദായിക സാംസ്കാരിക സംഘടനകളുടെയും പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ദേവസ്വം ബോർഡിനോട് സ്നേഹമുള്ളതുകൊണ്ടല്ല, ഈ സർക്കാരിനോട് സ്നേഹമുള്ളതുകൊണ്ടുമല്ല. ഞങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്നവർക്ക് മനസ്സിലായി. ശബരിമലയുടെ വികസനം അത് വളരെ പ്രധാനമാണ്. ശബരിമലയുടെ വികസനം അത് ശബരിമലയുടെ മാത്രം വികസനമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളുടെയും സജീവമായ വികസനമാണ്, ആകെയുള്ള വികസനമാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് അത്തരം സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഞങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല.